Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ മലയാളം സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇപ്പൊ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രാൻസ്ലേഷനും ടെൻസസും മാത്രമാണോ? അല്ല, നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാചകങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാൻസ്ലേഷന്റെ ഒപ്പം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ? ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സെന്റൻസുകൾ ഇംഗ്ലീഷിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ 2 types ഓഫ് സെന്റൻസുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. അതിൽ മെജോറിറ്റി ഈ വേർബ്സ് ഉള്ള സെന്റൻസുകളാണ്. അപ്പോൾ വേർബ്സ് ഉള്ള സെന്റൻസുകൾ എന്ന് വെച്ചാൽ എന്താണ്? അതൊക്കെ ഏതെങ്കിലും ഒരു ടെൻസിൽ ഉൾപ്പെട്ടേക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഈ ടെൻസസിന്റെ ക്ലാസ് നന്നായി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ടെൻസസിന്റെ ക്ലാസ് നമ്മൾ ഓരോ ദിവസവും ഓരോ ടെൻസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ടെൻസിലും നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് വ്യത്യാസം, ഏത് സമയത്താണ് ആ ഒരു പ്രവൃത്തി നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓർഡറിൽ തന്നെ മാക്സിമം കാണാൻ ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഏത് ടെൻസ് ആണ് പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ദിവസം പാസ്റ്റ് ടെൻസിൽ വരുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിലെ ഏറ്റവും ലാസ്റ്റത്തെ ടെൻസ് ആയ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സോട് കൂടി നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് കടക്കുന്നതായിരിക്കും. അതിൽ 4 വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ആ 4 വീഡിയോസോട് കഴിഞ്ഞാൽ നമ്മൾ ടെൻസസ് നന്നായി പഠിച്ചു കഴിയും. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ഒരു ടെൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിന്റെയും കണ്ടിന്യൂസ് ടെൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ടെൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. കാരണം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഈസിയാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നത് കണ്ടോ? അപ്പൊ അതിലിപ്പം ആക്കി ചെയ്തേക്കുന്നതാണ് പ്രസന്റ്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർത്തമാനകാലം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ടെൻസിൽ നമ്മൾ പറയുന്നത് പാസ്റ്റിൽ കഴിഞ്ഞുപോയ, അതായത് ഭൂതകാലത്തിൽ കഴിഞ്ഞുപോയ 2 പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാം, ഈ ഒരു ടെൻസിൽ നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിൽ കഴിഞ്ഞുപോയ, ആ പ്രവൃത്തി കഴിഞ്ഞു. അപ്പോൾ പാസ്റ്റിൽ കഴിഞ്ഞുപോയ 2 പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടെൻസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ, നീ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സെന്റൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൽ 2 പ്രവൃത്തി നടന്നിട്ടുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അമ്മയെ സഹായിച്ചു എന്നൊരു അർത്ഥമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നീ വന്നപ്പോൾ എന്നാണ് പറഞ്ഞത്, അതായത് അവൻ വന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രവൃത്തികള്. ഏത്? പാസ്റ്റിൽ നടന്ന 2 പ്രവൃത്തികള്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടങ്ങി. അതായത് ഇവിടെ ഞാൻ ആദ്യം ആക്കിയതേക്കുന്നത് കണ്ടോ? പാസ്റ്റില് ആദ്യം ഈ ഒരു പോയിന്റിൽ തുടങ്ങി, പിന്നെ എന്താണ്? അത് കണ്ടിന്യൂ ചെയ്തു. ആ ഒരു പ്രവൃത്തി കുറച്ചധികം നേരം ആ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ ഏതോ ഒരു പോയിന്റില് അത് അവസാനിച്ചു. മനസ്സിലായോ? ഇനി സെക്കൻഡ് ആയിട്ട് നടന്നേക്കുന്ന പ്രവൃത്തി എന്താണ്? നീ വന്നപ്പോൾ എന്നാണ് പറഞ്ഞത്, അതായത് അവൻ വന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം വരുന്നത്, അപ്പൊ ഈ ഒരു പോയിന്റിലാണ് അവൻ വന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം വരുന്നത് അവൻ വന്നപ്പോഴും അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല, ആ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അല്ല, അവൻ വരണേലും മുൻപ് ആ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് അർത്ഥം വരുന്നുണ്ട്? ആ ഒരു സമയത്ത് ആ തുടങ്ങിയത് തൊട്ട് അവസാനിച്ചത് വരെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും?
ഈ ഒരു ടെൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഏത് പ്രവൃത്തിയാണോ ആദ്യം ചെയ്തത് ആ പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എഴുതണം. മനസ്സിലായോ? രണ്ടാമത് നടന്ന പ്രവൃത്തി നമ്മൾ എഴുതേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ ആരാണ് അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? ഞാനാണ്. അപ്പം ഞാൻ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം? ഇംഗ്ലീഷിൽ ഐ എന്ന് എഴുതാം. ഇനി ഇവിടെ എന്താ പറഞ്ഞത്? സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ എഴുതേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? അപ്പൊ ഈ ഒരു ടെൻസിൽ ഹാഡ് ബീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊരു സബ്ജക്റ്റ് വന്നാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാഡ് ബീൻ ആണ്. അതിൻ്റെ ഒപ്പം വേർബിന്റെ കൂടെ ing ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ സഹായിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ഹെൽപ്പ് ആണ്. ഐ ഹാഡ് ബീൻ ഹെൽപ്പിംഗ് എന്ന് പറയാം. ഇനി വാട്ട് എന്ന് നമുക്ക് പ്രത്യേകിച്ച് എഴുതാനില്ല. ഹും എന്ന് ചോദിച്ചെടുത്ത് നമുക്ക് എന്ത് എഴുതാം? ആരെയാണ് സഹായിക്കുന്നുണ്ടായിരുന്നത്? എൻ്റെ അമ്മയെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൈ മദർ എന്ന് പറയും. ഇനി ഹൗന്നോ വൈന്നോ വേറെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എന്ത് എഴുതാനുള്ളത്? വെൻ. എപ്പോഴാണ് സഹായിക്കുന്നുണ്ടായിരുന്നത്? നീ വന്നപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് ഇതിലത്തെ സെക്കൻഡ് ആയിട്ട് നടന്നേക്കുന്ന പ്രവൃത്തി. അപ്പൊ ഇത് നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതായത് വന്നു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? അപ്പൊ വന്നപ്പോൾ എന്ന് പറയാൻ അപ്പോൾ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ വെൻ എഴുതണം. വെൻ. ഇനി നീ എന്നാണ് പറഞ്ഞത്. അപ്പൊ വെൻ യു. അപ്പൊ കമ്മിന്റെ സെക്കൻഡ് ഫോം ആണ് നമ്മൾ എഴുതേണ്ടത്. വന്നു എന്ന് പറയാൻ വെൻ യു കേം എന്ന് പറയാം. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഐ ഹാഡ് ബീൻ ഹെൽപ്പിംഗ് മൈ മദർ അല്ലെങ്കിൽ ഐ ഹാഡ് ബീൻ ഹെൽപ്പിംഗ് മൈ മോം വെൻ യു കേം എന്ന് വരും. മനസ്സിലായില്ലേ? നമ്മളപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താ? ഇതൊരു സംശയം വരുന്നത് കാണാം. അപ്പോൾ നമ്മളിത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് ഈ ഒരു സെന്റൻസ് മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ പറയും ഐ വാസ് ഹെൽപ്പിംഗ് മൈ മദർ വെൻ യു കെയിം എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? നീ വന്നപ്പോൾ അല്ലെങ്കിൽ നീ വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രവൃത്തി കുറച്ചു നേരത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അവിടെ പ്രത്യേകിച്ച് സമയമൊന്നും നമുക്ക് പറയുന്നില്ല. എത്ര നേരം ആ പ്രവൃത്തി തുടർന്നു, എപ്പോഴാണ് തുടങ്ങിയത് എന്നൊന്നും നമുക്ക് ഇൻഫർമേഷൻ തരുന്നില്ല. അവിടെ എന്താ ആകെ പറയുന്നത്? നീ വന്നപ്പോൾ അല്ലെങ്കിൽ നീ വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുകയായിരുന്നു. അങ്ങനെ മാത്രം അവിടെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് സംശയം വരുന്ന വേറൊരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എന്താ പഠിച്ചത്? മുൻപ് തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് നമ്മൾ ഈ സെന്റൻസ് മാറ്റുമ്പോൾ എങ്ങനെ നമ്മൾ പറയാം? ഐ ഹാവ് ബീൻ ഹെൽപ്പിംഗ് മൈ മോം. ഇനി ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സാധാരണ ഒരു സമയമായിരിക്കും ഇങ്ങനെ പറയാ. സിൻസ് ഫോർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടൈമിംഗ് ആയിരിക്കും പറയാ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഐ ഹാവ് ബീൻ ഹെൽപ്പിംഗ് മൈ മോം സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മുൻപ് പാസ്റ്റിൽ തുടങ്ങിയ ഈ സഹായം എന്നുള്ളൊരു പ്രവൃത്തി, എന്നാൽ ആ ഒരു പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് നിന്നിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ടെൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരില്ല. കൺഫ്യൂഷൻ വരിക ഇവിടെയാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ നിങ്ങളിത് നന്നായി മനസ്സിലാക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി, ആ ഒരു പ്രവൃത്തി കുറച്ച് അധികം നേരം തുടർന്ന് പാസ്റ്റിൽ തന്നെ എപ്പോഴും അവസാനിച്ചു. മനസ്സിലായോ? എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ പ്രവൃത്തി സെക്കൻഡ് ആക്ഷൻ വരെ ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പറയണം, സ്പെയിനിലേക്ക് പോകുന്നതിന് മുൻപ് ഡെറിക് 2 വർഷത്തിലേറെയായി ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമുക്ക് നമ്മുടെ സെന്റൻസ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൂ എന്നാണ്. അപ്പൊ ആരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ? ഡെറിക് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡെറിക് എന്ന് എഴുതി. ഇനി നമ്മൾ ഈ സെന്റൻസ് ഫോം ചെയ്യുന്നത്
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പൊ തന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഹാഡ് ബീൻ എഴുതണം. അപ്പൊ ഡെറിക് ഹാഡ് ബീൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടുത്തെ പ്രവൃത്തി എന്താണ്? ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വർക്ക് ആണ്, അതിൻ്റെ ഒപ്പം നമ്മൾ ing ആഡ് ചെയ്യണം. അപ്പോൾ ഡെറിക് ഹാഡ് ബീൻ വർക്കിംഗ് എന്നായി. ഇനി നമുക്ക് വാട്ട് എന്നോ ഫോർ ഹും എന്നോ ഒന്നും എഴുതിയിട്ടില്ല. ഇനി ഹൗ എന്ന് എഴുതിയിട്ടുണ്ടോ? നമുക്ക് അവിടെ ചോദിക്കാം ഹൗ ലോങ് എന്ന് ചോദിക്കാം. അതായത് അവൻ എത്ര നാളായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് ആൻസർ വരാ? 2 വർഷത്തിലേറെയായി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം ഫോർ ഓവർ 2 years എന്ന് പറയും, അല്ലെങ്കിൽ ഫോർ മോർ ദാൻ 2 years എന്ന് നമുക്ക് പറയാം. അപ്പോ ഇനി നമുക്ക് എന്താ എഴുതാനുള്ളത്? ഹൗ ലോങ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വൈ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വേറെന്ത് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് സെന്റൻസിൽ വന്നത്? ആശുപത്രിയിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയും. ഇനി നമുക്ക് എന്താണ് എഴുതാനുള്ളത്? വെൻ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എഴുതാൻ പറ്റും സ്പെയിനിലേക്ക് പോകുന്നതിന് മുൻപ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ അർത്ഥം വരുന്നത് എന്താണ്? ഡെറിക് സ്പെയിനിലേക്ക് പോകുന്നതിന് മുൻപ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മുൻപ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോ അപ്പൊ തന്നെ നമ്മൾ എന്ത് എഴുതണം? ബിഫോർ എഴുതണം. എന്നിട്ട് ഡെറിക്കിന് പകരം നമ്മൾ എന്ത് എഴുതും? ഹി എന്ന് എഴുതും. പോകുന്നതിന് മുൻപ്, അപ്പൊ പോവുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ഗോ ആണ്. അപ്പൊ ഗോയുടെ പാസ്റ്റ് ടെൻസ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ആക്ഷൻ നമ്മൾ എഴുതേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ പോവുക എന്നുള്ള സെന്റൻസ് പോയി എന്നാവും. മനസ്സിലായോ? അപ്പൊ ഗോ എന്നാണ് പറയാ. അത് എങ്ങനെയായി മാറും? വെന്റ് എന്നാവും. എങ്ങോട്ടാണ്? വേറെ എന്നുള്ളടത്ത് എന്താ നമ്മൾ പറഞ്ഞത്? ടു സ്പെയിൻ എന്ന് പറയും. സ്പെയിനിലേക്ക് എന്ന് പറയാം. അപ്പൊ എന്തായി സെന്റൻസ്? ഡെറിക് ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ ഓവർ 2 years അറ്റ് ദ ഹോസ്പിറ്റൽ ബിഫോർ ഹി വെന്റ് ടു സ്പെയിൻ എന്നാവും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണം അമ്മ എത്തുന്നതിന് മുൻപ് ടീന 2 മണിക്കൂർ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലോങ്ങർ ആക്ഷൻ. അപ്പൊ നമ്മൾ അത് എഴുതേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പൊ ആരാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? ടീനയാണ്. അപ്പൊ നമുക്ക് ഹൂ എന്നുള്ള സ്ഥാനത്ത് ടീന എന്ന് എഴുതാം. ഇനി നമ്മൾ ഹാഡ് ബീൻ, സിംഗ് ആണ് ഇവിടെ വേർബ്, അതായത് പാടുക എന്നുള്ളതാണ് വേർബ്, അതിന്റെ ഒപ്പം ing ആഡ് ചെയ്യും. അപ്പൊ ടീന ഹാഡ് ബീൻ സിംഗിങ്. ഇനി നമുക്ക് വാട്ട് എന്നൊന്നും എഴുതാനില്ല. ഫോർ ഹും, എബൌട്ട് ഹും അതൊന്നുമില്ല. ഇനി നമുക്ക് എഴുതാനുള്ളത് ഹൗ എന്നുള്ളിടത്ത് നമുക്ക് ഹൗ ലോങ്, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫോം ചെയ്തതുപോലെ ഹൗ ലോങ് ഹാഡ് ഷീ ബീൻ സിംഗിങ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ അർത്ഥം എന്താ വരുന്നത്? അവള് എത്ര നേരമായി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. എത്ര നേരമായിട്ടാണ്? 2 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഫോർ 2 hours എന്ന് പറയും. ഇനി വെൻ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം? അമ്മ വരുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? മുൻപ് എന്ന് പറയുമ്പോൾ ബിഫോർ എഴുതും. അത് കഴിഞ്ഞ് ബിഫോർ ആരുടെ അമ്മയാണ്? ടീനയുടെയാണ്. അപ്പൊ നമ്മൾ ഹെർ എന്ന് എഴുതും. ഹെർ മദർ എന്താണ്? അറൈവ്ഡ് എന്ന് പറയും. അപ്പൊ അറൈവ് അല്ലെങ്കിൽ റീച്ച് എന്നുള്ള വേർബിന് നമുക്ക് റീച്ച്ഡ് എന്നോ അറൈവ്ഡ് എന്നോ എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ടീന ഹാഡ് ബീൻ സിംഗിങ് ഫോർ 2 hours ബിഫോർ ഹെർ മദർ അറൈവ്ഡ് എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണം ഒടുവിൽ ഉടമ വീട്ടിലെത്തി ഭക്ഷണം നൽകുന്നത് വരെ നായ്ക്കൾ തുടർച്ചയായി കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമ്മൾ ഈ സ്ട്രക്ചർ അനുസരിച്ചിട്ട് എങ്ങനെ എഴുതാം? അപ്പൊ ആരാണ് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? നായ്ക്കളാണ്. അപ്പൊ നമ്മൾ ദി ഡോഗ്സ് എന്ന് എഴുതും. അത് കഴിഞ്ഞ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യും. കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കുരയ്ക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ബാർക്ക് എന്നാണ്. അതിൻ്റെ ഒപ്പം ing ആഡ് ചെയ്യും. അപ്പോൾ ദി ഡോഗ്സ് ഹാഡ് ബീൻ ബാർക്കിംഗ് എന്ന് എഴുതും. ഇനി നമുക്ക് വാട്ട് എന്നോ ഫോർ ഹും അബൌട്ട് ഹും അതൊന്നും എഴുതാനില്ല. ഹൗ ലോങ് എന്ന് നമുക്ക് ചോദിക്കാം. എത്ര നേരമായി നായ്ക്കൾ കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ എന്താണ് ആൻസർ കിട്ടുന്നത്? തുടർച്ചയായി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിന്റെ പകരം കണ്ടിന്യൂസ്ലി എന്ന് എഴുതാം. ഇനി തുടർച്ചയായി എന്ന് പറഞ്ഞു. അപ്പോ ഇനി നമുക്ക് എന്ത് എഴുതാനുള്ളത്? വെൻ എന്നുള്ളിടത്ത് നമുക്ക് അൺടിൽ വെൻ എന്ന് ചോദിക്കാം.
ഒടുവിൽ ഉടമ വീട്ടിലെത്തി ഭക്ഷണം നൽകുന്നത് വരെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അൺടിൽ എന്ന് നമ്മൾ യൂസ് ചെയ്തത് വരെ എന്ന് പറയാനാണ്. അപ്പൊ ആരാണ് ഇനി നമ്മൾ വെൻ എന്നുള്ളിടത്ത് നമ്മൾ ഇനി ആരെ കുറിച്ചാണ് പറയുന്നത്? ഉടമേനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഹൂ എന്നുള്ള സ്ഥാനത്ത് ദ ഓണർ എന്ന് എഴുതും. ഇനി നമ്മൾ എന്തെഴുതാം? ഒടുവിൽ വീട്ടിലെത്തി എന്നാണ് ആദ്യം വന്ന വേർബ്. അപ്പൊ നമുക്ക് ഒടുവിൽ എന്ന് പറയാൻ ഫൈനലി എന്ന് എഴുതാം. നമുക്കത് ലാസ്റ്റത്തേക്ക് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അതായത് ഒടുവിൽ വീട്ടിൽ വന്നു എന്നുള്ളൊരു കാര്യം ഒരുമിച്ച് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഫൈനലി came എന്ന് പറയാം. അതായത് കമ്മിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. വരുക, കം എന്ന് പറഞ്ഞാൽ വരുക, came എന്ന് പറഞ്ഞാലോ വന്നു. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള വേർബ് നമ്മൾ എഴുതേണ്ടത് ഏത് ഫോമിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ came, ഇനി വേറെ എന്നുള്ളിടത്ത് നമുക്ക് ഹോം എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താണ് എഴുതാനുള്ളത്? ഭക്ഷണം നൽകുന്നത് വരെ എന്നാണ്. ആൻഡ് അപ്പൊ ഇവിടെ ഭക്ഷണം നൽകുക എന്നുള്ളതിന് നമുക്ക് ഫീഡ് എന്ന് പറയാം. അതിന്റെ സെക്കൻഡ് ഫോം നമ്മൾ എഴുതണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കിയില്ലേ നേരത്തെ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കണം. അപ്പൊ ഫെഡ് എന്ന് എഴുതാം. ഫീഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ് ചെയ്തത്. ഹും എന്നുള്ളിടത്ത് നമുക്ക് ദം എന്ന് പറയാം. ആ നായ്ക്കളെ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് ഈ ടെൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 5 വർഷമായി അവൻ നിന്റെ മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? കോമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.